ഹലോ മൈ ഡിയർ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ ഡേറ്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. യെസ്, ഇന്ന് ഇലക്ഷൻ ഡേ ആണ്. എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ അറ്റ് ദ ഏജ് ഓഫ് 18 ആൻഡ് എബവ് ഹാവ് ദി റൈറ്റ് ടു വോട്ട് അല്ലേ? സോ എല്ലാവരും വോട്ട് ചെയ്യാൻ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഞാൻ അതല്ല പറയാൻ വന്നത്. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, ഒരു 3 ദിവസത്തിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മൈ വെരി പേഴ്സണൽ ഒപ്പീനിയൻ അബൌട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വേഴ്സസ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങളൊക്കെ കണ്ട് കാണും. ആൻഡ് ഇന്നലെ ഏകദേശം ഒരു ടൈം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ 3 വീഡിയോസ് മീൻസ് നമ്മുടെ 2 വീഡിയോസ്, ഞാൻ 2 വീഡിയോ അതിനെപ്പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു വീഡിയോയിൽ എന്താ പറയുക, അങ്ങനെ ആ 2 വീഡിയോ റിമൂവ് ആയിട്ടുണ്ട്. 2 വീഡിയോ അല്ല, എൻ്റെ ചാനലിൽ നിന്ന് കുറച്ചധികം വീഡിയോസ് റിമൂവ് ആയിട്ടുണ്ട്. റിമൂവ് ആയതെന്ന് പറഞ്ഞാൽ, ഒരു സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ കോപ്പിറൈറ്റ് അടിച്ച് റിമൂവ് ആക്കിയതാണ്. എന്ത് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ കോപ്പിറൈറ്റ് അടിച്ച് റിമൂവ് ആക്കിയതെന്ന് എനിക്കറിയത്തില്ല. അവരെ ലോഗോ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടായിരിക്കാം അവർക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ റൈറ്റ് ഉണ്ട്. അങ്ങനെ ഇന്നലെ ആ കമൻസിന് താഴെ കുറേ നെഗറ്റീവ് കമൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി. സോ ഞാൻ എല്ലാ അക്കൗണ്ടിൽ നിന്നും എടുത്തിടുന്ന കമൻസ് ഒന്നും അല്ല. ആ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, അല്ലെങ്കിൽ പഠിച്ച സ്റ്റുഡൻസ് തന്നെ അവർ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ് ആ കമൻറ്റ് സെഷനിൽ. അല്ലാതെ വന്നിട്ട് ആരും നെഗറ്റീവ് കമൻസോ ആ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ, ഞാൻ അല്ലെങ്കിൽ ആ പറഞ്ഞ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും നോക്കിയിട്ടില്ല. സോ ഇന്നലെ എനിക്ക് വളരെ 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 ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യമാണ്, എന്തുകൊണ്ട് അവരത് കോപ്പിറൈറ്റ് അടിച്ചു. ഞാനല്ലെങ്കിൽ ആ ഒരു സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി എന്ത് തെറ്റാണ് അതിനകത്ത് വേണ്ടാത്തതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാം എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അതിനകത്ത് കമൻറ്റ് വരെ പിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനും പേഴ്സണലി ഇഷ്ടമാണ്, കാര്യങ്ങളാണെന്നൊക്കെ ഞാൻ അതിനകത്ത് ഒന്നുമേ പറഞ്ഞിട്ടില്ല. ഞാൻ അതിനകത്ത് ഒരു തെറ്റും പറഞ്ഞിട്ടില്ല, ഒരു കള്ളത്തരങ്ങളും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനകത്ത് എൻ്റെ വെരി പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്ക് കേട്ടോ മനസ്സിലായി. കുറേ സ്റ്റുഡൻസ് നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ 2022 മുതൽ അറിയാം. 2022 മുതൽ ഞാൻ ആ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. 3 ഇയേഴ്സ് ഞാൻ അവരുടെ സ്റ്റുഡൻ്റ് ആയിരുന്നു. 3 ഇയേഴ്സ് മീൻസ് ക്രാഷ് കോഴ്സ് ആയിക്കോട്ടെ, വേറെ ബാച്ചസ് ആയിക്കോട്ടെ. ഞാൻ ഇനി ഒരു ബാച്ചസിനെ പേരെടുത്ത് പറയുന്നില്ല ഗൈസ്, ബിക്കോസ് ഞാൻ ഭയങ്കരമായിട്ട് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. കാരണം ഞാൻ എൻ്റെ മനസ്സിൽ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞ് നടന്നൊരു വ്യക്തിയാണ് ഇന്നലെ ഇങ്ങനൊരു ഭയങ്കര വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യുമെന്ന്, ഒരിക്കലും ഞാൻ അവരുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എൻ്റെ കസിൻസിനോടും എൻ്റെ ഫ്രണ്ട്സിനോടും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു അത്. ഇനി ഒരിക്കലും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. ഇനി ഒരിക്കലും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യത്തില്ല. മനസ്സിലായി? അവരുടെ ഓരോരുത്തർ വന്ന് അവരെ പറ്റി നെഗറ്റീവ് പറയുമ്പം പോലും ഞാൻ മൈൻഡാക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്താണ് കാര്യം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ ഡിലീറ്റഡ് ബൈ അപ്ലോഡർ എന്നാണ് കാണിക്കുന്നത്. അല്ല, ഇപ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ചാനലിൽ ഒരു വീഡിയോസും ഞാൻ റിമൂവ് ആക്കിയിട്ടില്ല. ഓക്കെ, ആ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് കോപ്പിറൈറ്റ് അടിച്ച് റിമൂവ് ആക്കിയതാണ്. സോ ഈ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് തന്നെ എനിക്ക് പ്രൈവറ്റായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങളെ വീഡിയോ പ്രൈവറ്റ് ആക്കണം കാര്യങ്ങൾ. ഞാൻ പക്ഷേ പ്രൈവറ്റ് ആക്കിയില്ല. അതിൻ്റെ റിവെഞ്ച് എടുത്തതായിരിക്കും അവർ, അതുകൊണ്ട് തന്നെ ആയിരിക്കും. ഞാൻ എന്തിനാണ് പ്രൈവറ്റ് ആക്കുന്നത്? എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ അതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അതിനകത്ത് എൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഒരു ഹേറ്ററാണ് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ ഓക്കെ, പക്ഷേ ഇത് നിങ്ങളെ ഏറ്റവും വലിയൊരു ഫാൻസായിരുന്നു, ഒരു ഫാൻ ഗേളായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും വലിയൊരു ഒരു സ്റ്റുഡൻ്റാണ്, നിങ്ങൾ ഏറ്റവും വലിയ ബിലീവ് ചെയ്യുന്ന, നിങ്ങളെ വിശ്വസിച്ച ഒരു സ്റ്റുഡൻ്റാണ് ഇത് ചെയ്യുന്നത്. വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷനിലും എനിക്കുണ്ടായ അനുഭവം വളരെ 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 ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ഇത് വന്ന് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പറയാൻ, ഇപ്പോൾ എൻ്റെ ഫേസില്ല കാര്യങ്ങളില്ല, ഫേസ് വരും. എനിക്ക് നീറ്റ് ക്രാക്ക് ചെയ്തതിൻ്റെ പിറ്റേന്ന് ഞാൻ ഫേസ് എന്നാ കിട്ടുന്നതെന്ന് എനിക്കറിയത്തില്ല. നീറ്റ് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ പഠിക്കുന്നുണ്ട്.
ഇൻഷാ അല്ലാ എന്നെനിക്ക് നീറ്റ് കിട്ടുന്നു അല്ലെങ്കിൽ എന്ന് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്യുന്നു എൻ്റെ പിറ്റേന്ന് ഞാൻ എൻ്റെ ഫേസ് കൊണ്ടുവരികയും ചെയ്യും സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനെതിരെ. എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരിൽ നിന്നും എനിക്ക് മറ്റുള്ളവർ നെഗറ്റീവ് പറയുന്നതോ കാര്യങ്ങളൊന്നും എനിക്കറിയേണ്ട കാര്യമില്ലായിരുന്നു. ബിക്കോസ് എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എത്രയോ പേരുണ്ട് ആ 2 ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് കമ്പയർ ചെയ്ത് വീഡിയോ ഇടുന്ന. ആ വീഡിയോയിലൊക്കെ അവരെ പറ്റി ഫുള്ള് പോസിറ്റീവ് ആയതുകൊണ്ടായിരിക്കും അവർ കോപ്പിറൈറ്റും കാര്യങ്ങളും ഒന്നും അടിക്കാതിട്ടിരിക്കുന്നത്. ഇന്നലെ എൻ്റെ ആ ഒരു വീഡിയോയ്ക്ക് താഴെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വന്നത് നിങ്ങൾ പേടിച്ചോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റി? നിങ്ങൾക്ക് വിഷമമായോ? ഇത്രയും അപ്പം ആ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഞങ്ങളെ സ്റ്റുഡൻസ് ഇങ്ങനെ പറയത്തില്ലെന്ന്. ആര് പറഞ്ഞു പറയത്തില്ലെന്ന്? അവിടെ റിപ്പീറ്റ് ചെയ്യുകയും സ്റ്റുഡൻസ് തന്നെയാണ് ഇന്നലെ ആ ഒരു വീഡിയോയുടെ താഴെ വന്നിട്ട് ഇങ്ങനെ ഇത്രയ്ക്ക് നെഗറ്റീവ് കമൻറ്റ്സ്. അല്ലാതെ കമൻറ്റ് ഇടുന്നില്ല, ഞാൻ മാത്രമല്ലടോ, ശരിക്കും കേട്ടിട്ടുണ്ട്. എന്നിട്ട് നിങ്ങളെ വിശ്വസിച്ച് വന്ന ഒരാളാണ് ഞാൻ. പോണ്ട എന്ന് 1000 വട്ടം എൻ്റെ പേരൻസ് പറഞ്ഞിട്ട് പോലും അവിടെ വന്നൊരു സ്റ്റുഡൻ്റാണ് ഞാൻ. അത്രയ്ക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ഇങ്ങനെ ഒരിക്കലും വിചാരിച്ചില്ല. പിന്നെ എനിക്ക് പേഴ്സണലി എൻ്റെ ചാനലിൽ നിന്ന് ഞാൻ പിന്നെ കുറേ പേര് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ മണിയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ട്രൂത്ത് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി എത്ര മണി ആര് ഓഫർ ചെയ്താലും എൻ്റെ ട്രൂത്തിൽ നിന്ന് ഞാൻ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകത്തില്ല. സോ നിങ്ങളാരും വിചാരിക്കരുത്, കാര്യങ്ങളൊന്നും നിങ്ങളാരും വിചാരിക്കരുത്. ഞാൻ പണ്ടേ ഇങ്ങനെയാണ്. എൻ്റെ ട്രൂത്ത് ഞാൻ ഒരു സ്റ്റാൻഡിൽ നിൽക്കും. ആ സ്റ്റാൻഡ് റൈറ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്താൽ മാത്രമേ ഞാൻ ആ സ്റ്റാൻഡിൽ നിൽക്കൂ. ആ സ്റ്റാൻഡിൽ നിന്ന് ഒരു സ്റ്റെപ്പ് ഞാൻ ബാക്കിലോട്ട് പോകത്തില്ല. അതിന് അവർ എത്ര മണി ഓഫർ ചെയ്താലും എന്ത് കാര്യങ്ങൾ ഓഫർ ചെയ്താലും ഞാൻ പോകത്തില്ല. സോ ഞാൻ ഇന്ന് രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. എത്രത്തോളം ഒന്ന് എനിക്ക് എടുക്കാൻ വയ്യ. കാരണം എനിക്ക് അത്രത്തോളം വിഷമമായിട്ടുണ്ട് ഈ ഒരു അവർ കാണിച്ച ആക്റ്റിൽ. പിന്നെ കുറേ സ്റ്റുഡൻസ് നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താണ് വീഡിയോ റിമൂവ് ആക്കിയത് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നീറ്റാണ്. ഈ ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് May 5th കഴിഞ്ഞിട്ട് അവരുടെ ഒരു വീഡിയോസും ഞാൻ May 5th കഴിഞ്ഞിട്ട് അവരുടെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ പറയണമെന്ന് വിചാരിച്ചു. ഇനി അവരുടെ ഒരു വീഡിയോസ് പോലും ഞാൻ ചെയ്യത്തില്ല എൻ്റെ ചാനലിൽ. കാരണം അത്രയ്ക്കും അല്ലെങ്കിൽ ഈ വീഡിയോ റിമൂവ് ആക്കണമായിരുന്നു. എന്തിനാ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റെ ചാനലിൽ വേറെ വീഡിയോസ് കോപ്പിറൈറ്റ് അടിച്ച് റിമൂവ് ആക്കി? എന്തിന് റിമൂവ് ആക്കി? എനിക്കത് പറ്റുന്നില്ല. എനിക്കത് എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ യൂട്യൂബിനെ പറ്റി ധാരണയില്ലെന്നല്ല, എനിക്ക് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ വരികയാണെങ്കിൽ ഞാൻ ഇതിന് യൂസ്ഡ് അല്ല. ബിക്കോസ് ഞാനൊരു ബിഗിനറല്ലേ. സോ എനിക്ക് ഇതുമായിട്ട് യൂസ്ഡ് അല്ലല്ലോ. എന്തൊക്കെ ആയാലും ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോസ് ആരൊക്കെ കാണും എന്നൊന്നും എനിക്കറിയത്തില്ല. സോ കണ്ടവരൊക്കെ എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെന്താ പറയാനുള്ളത്? കുറേ നെഗറ്റീവ്സ് ഉണ്ട്. ഒരു നെഗറ്റീവ് പോലും ഞാൻ കഴിഞ്ഞ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ എനിക്കുണ്ടായ നെഗറ്റീവ്സ് പോലും ഞാൻ അങ്ങനെ കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 1 2 കാര്യങ്ങൾ. എന്താ ഞാൻ പറഞ്ഞത്? അവരുടെ ഡൗട്ട് ക്ലിയറൻസ് കുറച്ച് മോശമാണ്, അല്ലെങ്കിൽ അവരുടെ എക്സാംസ് കുറച്ച് ഡിലേ ആണ്, അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ട് കുറച്ചും കൂടി എക്സാംസ് നടത്തണം. എന്നിട്ട് മെൻറ്ററിൻ്റെ കാര്യം. ഈ 3 കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന നെഗറ്റീവ് കമൻറ്റ്സ് കാരണമായിരിക്കും ഇവർ ആ വീഡിയോ റിമൂവ് ചെയ്തത്. ഇവർക്ക് എനിക്കറിയത്തില്ല. ഇവർ എപ്പോഴും നമുക്ക് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പോസിറ്റീവായിട്ട് വെക്കാൻ പറ്റും. ഞാൻ മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അവരുടെ നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞല്ലോ ക്ലാസ്സസ് ബോറായിരിക്കും എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നിട്ട് എന്തേ അവരൊന്നും ചെയ്യാത്ത എന്തേ? എനിക്കറിയത്തില്ല. നമ്മളുടെ റൈറ്റ്സ് നമ്മളുടെ സത്യങ്ങളും ഒന്നും എവിടെയും പറയാൻ പറ്റാത്ത. ശരിയാണ് അവരുടെ പിന്നിൽ വലിയൊരു ടീം തന്നെയുണ്ട്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഞാൻ ഒരാളായിട്ടാണ് പറയുന്നത് എതിരെ അല്ല. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിരുന്നു അത്. പക്ഷേ എനിക്ക് അറിയാൻ വയ്യ. ഇനിയിപ്പോൾ പോയി മനസ്സിൽ നിന്ന്. നമുക്ക് എന്താ പറയുന്നത്, മനസ്സിൽ നിന്നെല്ലാം പോയി. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോടുള്ള സ്നേഹവും എല്ലാ കാര്യങ്ങളും ഇന്നലത്തോടെ എൻ്റെ മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ അവർ പറയും ഒരാളുടെ സ്നേഹത്തിൽ പോയാൽ എന്താന്ന്. അതെ, ശരിയാണ്. പക്ഷേ എന്നാലും നമ്മുടെ ഫീലിങ്സ് വെച്ചാണ് ഗൈസ് നിങ്ങൾ കളിച്ചത്. നിങ്ങളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ, അതും വേറൊരു ഹേറ്ററോ കാര്യങ്ങളോ ഒന്നും അല്ലായിരുന്നു. നിങ്ങളുടെ ഒരു വലിയൊരു ഇഷ്ടമുള്ളൊരു സ്റ്റുഡൻറ്റിൻ്റെ ഫീലിങ്സ് വെച്ചാണ് നിങ്ങൾ കളിച്ചത്. കളിച്ചെന്നല്ല, നിങ്ങൾ ഇത്രയ്ക്കും ഒരു സ്റ്റുഡൻറ്റിനെ നിങ്ങൾ ഹേർട്ട് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു.
അപ്പോൾ ഇനി ഞാൻ ഒരു വീഡിയോ ആയിട്ട് നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ വരാം. ഇൻഷാ അല്ലാ നമുക്ക് കാണാം. നിങ്ങൾക്ക് കുറേ ഡൗട്ടുണ്ട്, മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് കുറേ ഡൗട്ടുണ്ട്, കാര്യങ്ങളൊക്കെ ഞാൻ ക്ലിയർ ചെയ്യാം. എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ക്ലിയർ ചെയ്യാം. പിന്നെന്താ പറയുക, നിങ്ങളൊക്കെ എന്നെ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒപ്പീനിയൻ, ഞാൻ കുറച്ച് സത്യങ്ങളായ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞു എന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ഞാൻ നീറ്റ് തുടങ്ങിയ ടൈം മുതൽ ഞാൻ കാശിന് വേണ്ടിയിട്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ ഈ ചാനൽ തുടങ്ങിയതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്ക് 1 ഇയർ പറ്റിയ മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് പറ്റരുത് എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് +1 +2 ഞാൻ ഒരു ബേസ് ഇല്ലാതാണ് നീറ്റിന്. എനിക്ക് +1 +2 10 ഒക്കെ ഇത്രയും മാർക്സ് ഉണ്ടെങ്കിൽ പോലും ഞാനൊരു ബേസും ഇല്ലാതെ തന്നെയാണ് നീറ്റിൻ്റെ അകത്തോട്ട് കയറിയത്. ആൻഡ് ഈ ഒരു 1 ഇയർ കൊണ്ടാണ് എനിക്ക് നീറ്റ് ഇങ്ങനെയാണ് പഠിക്കേണ്ടത്, നീറ്റ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു കാര്യം മനസ്സിലായത്. അതിനിടയ്ക്ക് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ്, കാര്യങ്ങൾ, കുറച്ച് പെൻഡിങ് ക്ലാസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അങ്ങനൊന്നും നിങ്ങൾക്ക് വരരുത്, അഥവാ വന്നാൽ പോലും എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യാം എന്ന ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഥവാ ഈ വട്ടം എനിക്ക് എൻ്റെ നീറ്റ് ഒന്ന് ഫ്ലോപ്പായി പോയാൽ പോലും ഞാൻ അടുത്ത വട്ടം ഞാൻ പോവുകയാണ്. ഞാൻ എന്തായാലും ഹോസ്റ്റലിൽ നിന്ന് ഇനി പഠിക്കും. ഇനി ഓൺലൈൻ ഞാൻ ചൂസ് ചെയ്യത്തില്ല. സോ അങ്ങനെ ഓൺലൈൻ ചൂസ് ചെയ്യത്തില്ല മീൻസ് വീട്ടിലിരുന്നൊരു പഠിത്തം എനിക്ക് പറ്റില്ല. കാരണം ഡിസ്ട്രാക്ഷൻസ് മീൻസ് എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, ചെയ്യില്ല. സോ ഞാൻ ഹോസ്റ്റലിൽ പോകും. പിന്നെ എൻ്റെ ചാനലിൽ അങ്ങനെ വീഡിയോസ് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ മെയിൽ ഞാൻ എൻ്റെ കൊണ്ട് പറ്റുന്ന മാക്സിമം വീഡിയോസ് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഇടും, കാര്യങ്ങളൊക്കെ ഇടും. പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടോ കുറേ പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊന്നല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. ഞാൻ ആദ്യം മുതലേ ഞാൻ പറഞ്ഞു. സോ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യണ്ട. സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഞാൻ അവരുടെ കുറേ നെഗറ്റീവ്സും നിങ്ങൾ പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. ഓക്കെ, നിങ്ങൾ കുറേ സോക്കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അഡ്മിഷനൊക്കെ എടുത്തിട്ടുണ്ടല്ലോ, 2 ഇൻസ്റ്റിറ്റ്യൂഷനിലും പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പോയി എക്സ്പീരിയൻസ് ചെയ്ത് എന്തൊക്കെയായാലും നമ്മൾ എവിടെ പഠിച്ചാലും നമ്മളുടെ ലക്ഷ്യം എന്താണ്? MBBS കിട്ടുക എന്നുള്ളതാണ്. സോ അതിന് നമ്മളിനി എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ആ MBBS, ആ ഒരു വൈറ്റ് കോട്ടും സ്റ്റെത്ത് നമ്മൾ മേടിച്ചിരിക്കും. നമ്മൾ വേടിക്കണം. കാരണം ഇങ്ങനെ ഡിഗ്രേഡ് ചെയ്യുന്നവരുടെ മുമ്പിൽ നമ്മളത് വേടിച്ചേ പറ്റൂ. ആൻഡ് താങ്ക് യു സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. കാരണം എൻ്റെ മനസ്സിലെ റിവെഞ്ചും എൻ്റെ മനസ്സിലെ വാശിയും കൂടി. കാരണം എൻ്റെ മനസ്സിലെല്ലാം കൂടി. ഇനി ഞാൻ എൻ്റെ മനസ്സിൽ വാശി കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഞാൻ പിന്നെ നല്ലോണം പഠിക്കും. സോ അപ്പോൾ പിന്നെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. എന്ത് വേണം, കമൻറ്റ് സെക്ഷൻ ഓൺ ആക്കിയിടണോ? അതിനല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നെയിം പറയേണ്ട, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നെയിം പറയാതെ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും. എല്ലാവർക്കും അറിയാമല്ലോ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ. പിന്നെ ഞാൻ കമൻറ്റ് സെക്ഷൻ ഒന്നും ഓഫാക്കിയൊന്നും വെക്കില്ല. നിങ്ങൾക്ക് പറയാനുള്ള നമ്മളെ സ്റ്റുഡൻസാണ്, നമ്മളെ റൈറ്റ്സാണ്, നമ്മൾ പൈസ കൊടുത്ത് പഠിക്കുന്നതാണ്, എല്ലാം നമ്മുടേതാണ്. നമ്മൾ മണ്ടന്മാരല്ല. വി ദ സ്റ്റുഡൻസ് ആർ നോൺ മണ്ടന്മാർ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സോ ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എടുത്തു പറയാണ്, എൻ്റെ ചാനലിൽ നിന്ന് ഞാനൊരു വീഡിയോ പോലും റിമൂവ് ചെയ്തിട്ടില്ല. ഇനി വരും നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നടാ, പക്ഷെ എല്ലാം പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ ആദ്യം മുതൽ ഇട്ട വീഡിയോസും കാര്യങ്ങളും എനിക്ക് തോന്നുന്നു വേറൊരു വീഡിയോയ്ക്ക് 13K+ വ്യൂസ് ഉണ്ടായിരുന്നു, അതും അവർ റിമൂവ് ചെയ്തു, എല്ലാം പോയി. സോ നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ്, നിങ്ങൾ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ആക്കണം കേട്ടോ. കാരണം നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാലും എന്താ പറയുക, ഞാൻ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. സോ അതിനകത്ത് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആ സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് ഒരു ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിക്കേണ്ട. അഥവാ എൻ്റെ അടുത്ത് ചോദിച്ചാൽ പോലും ഞാനത് റിപ്ലൈ ആയിട്ട് എനിക്ക് താല്പര്യമില്ല. ബിക്കോസ് ഇനിയിപ്പോൾ എനിക്ക് താല്പര്യമില്ല. പിന്നെ നിങ്ങൾ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ വന്നിട്ട് നമ്മുടെ ചാനലിലിടുക. ഇൻഷാ അല്ലാ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ എനിക്ക് MBBS ഒക്കെ കിട്ടും. ഇൻഷാ അല്ലാ എനിക്ക് സ്ട്രോങ് ബിലീവ് ഉണ്ട് നെക്സ്റ്റ് ഇയർ ഒക്കെ ആകുമ്പോൾ എനിക്ക് MBBS കിട്ടും. ആൻഡ് നിങ്ങൾ എന്തായാലും പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ട് നെക്സ്റ്റ് ഇയർ വന്നിട്ട് എനിക്ക് പഠിച്ചവൻ ആയുസ് തരികയാണെങ്കിൽ ഈ ചാനൽ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് എന്ത് കമൻറ്റ്, എന്ത് വിഷമവും, എന്ത് സന്തോഷവും എന്തും ഈ ചാനലിൻ്റെ കമൻറ്റ് സെക്ഷനിൽ വന്ന് പറയാം. നിങ്ങൾ എക്സ്പീരിയൻസ് വന്ന് പറയാം. ഓക്കെ, ആരും ഒന്നും പറയാൻ വരത്തില്ല. എനിക്ക് ഇപ്പോൾ ടൈമില്ല, കാര്യങ്ങളില്ല, അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ടൈമില്ലാത്ത. ഇതൊക്കെ ഇപ്പോഴൊക്കെ എൻ്റെ ഷെഡ്യൂൾ, എൻ്റെ ടൈം ടേബിളാണ്.
സോ പക്ഷേ എങ്കിൽ പോലും വീഡിയോ ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ് ഞാൻ. പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്നില്ല. നമ്മളപ്പോൾ അവിടെ തെറ്റുകാരിയാവും. നമ്മളൊരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് അതിനെന്തെങ്കിലും എതിരെ വന്നിട്ട് പിന്നെ നമ്മൾ അതിന് പ്രതികരിക്കാതിരുന്നാലുണ്ടല്ലോ നമ്മൾ തെറ്റുകാരിയാവും. സോ അങ്ങനെ ഒരു തെറ്റുകാരിയാവാൻ വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാനിത് എവിടെയായാലും പറയും. പിന്നെ ഫേസ് റിവീൽ ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞാൽ ഒരു MBBS കിട്ടിയിട്ട് വന്ന് ഫേസ് റിവീൽ ചെയ്താൽ നമുക്കൊരിതുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫാമിലിക്ക് അങ്ങനെ അറിയില്ല. ഈ ഒരു കാര്യം ഇങ്ങനെ ഉള്ള കാര്യം ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന കാര്യം എൻ്റെ ഫാമിലിക്ക് അറിയത്തില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫേസ് റിവീൽ ചെയ്യാത്തത്. ഞാൻ ഫേസ് റിവീൽ ചെയ്ത് തന്നെ വരും ഉറപ്പായിട്ടും. ഇൻഷാ അല്ലാ പടച്ചോൻ ആയുസ് തരികയാണെങ്കിൽ ഞാൻ ഫേസ് റിവീൽ ചെയ്ത് എൻ്റെ ആഗ്രഹങ്ങൾ പടച്ചോൻ സഫലീകരിച്ച് തരികയാണെങ്കിൽ എൻ്റെ ഫേസ് റിവീൽ ചെയ്ത് ഞാൻ ഉറപ്പായിട്ടും വരും. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. തൃപ്തിയായി. നല്ല റെസ്പോൺസാണ് കിട്ടിയത്. സോ കോൾഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. പിന്നെ കുറേ പേഴ്സണൽ മെസ്സേജസ് ഉണ്ടായിരുന്നു. അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഗൈസ്. ബൈ, ടേക്ക് കെയർ.